മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ബി.ജെ.പിയുടെ പ്രതിഷേധത്തിന് പിന്നാലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരു വേദിക്ക് താമര എന്ന് പേരിടാൻ തീരുമാനം. വേദി 15ന്റെ പേര് താമര എന്നാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിഷേധം നടന്നത്. ആ വലിയ കൂടിയാലോചനകൾ നടക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ വഴങ്ങുകയാണോ? ഗൗതം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി 25 വേദികളിലായി 249 മത്സരങ്ങൾ നടക്കുന്നു. പുഷ്പങ്ങളുടെ പേരാണ് വിവിധ വേദികൾക്കായി ഇട്ടത്. സൂര്യകാന്തി മുതൽ നിത്യകല്യാണി വരെ എന്നിങ്ങനെ വിവിധ മലയാളത്തമുള്ള പൂക്കൾ, നാടൻ പൂക്കൾ അടക്കം വിവിധ പുഷ്പങ്ങളുടെ പേരുകൾ ഇട്ടെങ്കിലും ദേശീയ പുഷ്പമായ താമരയെ അവഗണിച്ചു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പി പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ ഇന്നലെ തൃശ്ശൂരിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന അവലോകന യോഗം നടക്കുമ്പോൾ അവിടേക്ക് പ്രതിഷേധ പരിപാടി താമരപ്പൂക്കളുമായി നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്നും പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘാടക സമിതി അടിയന്തരമായി യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ 15ാം വേദിയായ ഡാലിയയുടെ പേര് മാറ്റി താമര എന്നാക്കുമെന്നായിരുന്നു മന്ത്രി ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. കുട്ടികളുടെ പേരിൽ നടക്കുന്ന പരിപാടിയാണ്. അവിടെ വഴക്കിനും വാക്കേറ്റത്തിനും ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. താമര എന്നുള്ള പേര് ഉൾപ്പെടുത്താതിരിക്കാൻ കാരണമായി ഇന്നലെ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയത് ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ്, തെരഞ്ഞെടുപ്പ് അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടയാളം ഇത്തരത്തിൽ ഒരു കലോത്സവ വേദിക്ക് പേരിടുന്നതിനെ കുറിച്ചുള്ള അഭംഗിയുണ്ടായിരുന്നു. മുൻപ് തൃശ്ശൂരിൽ നടന്ന കലോത്സവത്തിലടക്കം പുഷ്പങ്ങളുടെ പേരായിരുന്നു വേദികൾക്ക് ഉപയോഗിച്ചിരുന്നെങ്കിലും അന്നും താമരയുണ്ടായിരുന്നില്ല. അന്ന് വിവാദമില്ലാത്ത സംഭവത്തെ ഇന്ന് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ആണ്. ബോധപൂർവമല്ല പേരുകൾ ഒഴിവാക്കിയത് എന്നുള്ളതായിരുന്നു വിശദീകരണം. പക്ഷേ ഇതിന് പിന്നാലെ പ്രതിഷേധം ഉണ്ടായതോടുകൂടിയാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിന്റെ വേദിക്ക് പേര് മാറ്റിക്കൊണ്ട് സംഘാടക സമിതി തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത്. താമര വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്ന പരിപാടി വഴക്കിനും വക്കാണത്തിനുമല്ല നടത്തേണ്ടതെന്നും വേദി 15 താമര എന്ന് പേര് നൽകി ഡാലിയ എന്ന് പേര് മാറ്റിയതായും ആർക്കും വഴങ്ങിയിട്ടല്ല മാറ്റമെന്നും മാധ്യമങ്ങൾ വിവാദം തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ ആരാണെങ്കിലും അവർ എത്ര ഉന്നതരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും വി ശിവൻകുട്ടി പറയുന്നു. അമ്പലം രഹസ്യമായി വിഴുങ്ങുന്നവരാണ് അമ്പലത്തിന്റെ സംരക്ഷണത്തിനായി ഉണ്ടായിരിക്കുന്നതെന്ന് ബോധ്യമായതായും വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗൗതം, ശരി, ഇപ്പോൾ ലെവിൻ കെ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.